Unit 3 Electric Fields in Matter. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ്സ് ഇൻ മാറ്റർ എന്നുള്ള അതിൽ ചാപ്റ്ററിലെ സിലബസ് ഇങ്ങനെയാണ്. സബ്സ്റ്റൻസസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. ഫ്രീ ചാർജ് കാരിയേഴ്സ് ഉള്ളതാണ് കണ്ടക്ടേഴ്സ്. ഇൻസുലേറ്റേഴ്സ് വിൽ നോട്ട് അലോ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ ദം. അപ്പോൾ കണ്ടക്ടേഴ്സിന് ഫ്രീ കാരിയേഴ്സായ ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് ഇലക്ട്രിസിറ്റിയെ സുഗമമായിട്ട് കടത്തിവിടുന്നു. ഇൻസുലേറ്റേഴ്സ് ഇത് കടത്തിവിടുന്നില്ല. ഇതിന് രണ്ടിൻ്റെ ഇടയിലുള്ള പ്രോപ്പർട്ടിയുള്ള മെറ്റീരിയൽസ് ആണ് സെമി കണ്ടക്ടേഴ്സ്. ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. കണ്ടക്ടേഴ്സ് സാധാരണ മെറ്റൽസ്, കോപ്പർ, അലുമിനിയം, അയൺ, ഗോൾഡ്, ഇതൊക്കെ കണ്ടക്ടേഴ്സ് ആണ്. അതേപോലെ സീ വാട്ടർ, ഗ്രാഫൈറ്റ്, ഇതൊക്കെ നല്ല ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. വേറെ പ്ലാസ്റ്റിക്, സിറാമിക്, റബ്ബർ, വുഡ്, വൂള്, ഫാബ്രിക്സ്, കോർക്ക്, പേപ്പർ എക്സെട്ര ആർ good examples of insulators. ഇനി ഈ ഇൻസുലേറ്റേഴ്സിനെ ഓർ ഡൈലക്ട്രിക്സ്, അതിലെ ചാർജ് കാരിയേഴ്സ് ഇലക്ട്രോൺസ് അറ്റാച്ച് ടു ദെയർ പാരന്റ് ന്യൂക്ലിയസ്. ദേ വിൽ നോട്ട് ബി ഫ്രീ എനഫ് ടു മൂവ് ത്രൂ ദ മെറ്റീരിയൽസ്. മൈക്ക, റബ്ബർ, ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ ഇൻസുലേറ്റേഴ്സിനെ അല്ലെങ്കിൽ ഡൈലക്ട്രിക്സ് എന്നുള്ളൊരു പേരും കൂടിയുണ്ട്. ഇനി ഈ ഇൻസുലേറ്റർ ഓർ ഡൈലക്ട്രിക് ഈസ് പ്ലേസ്ഡ് ഇൻ എ ഹൈ ഇലക്ട്രിക് ഫീൽഡ്. ചാർജ് കാരിയേഴ്സ് ആ ഇലക്ട്രോൺസ് ഗെറ്റ് ഡിറ്റാച്ച്ഡ് ഫ്രം ദയർ പാരന്റ് ആറ്റംസ്. പിന്നെ ഡൈലക്ട്രിക് അല്ല, പിന്നെ അത് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. എയറൊക്കെ അങ്ങനെയാണ് കണ്ടക്ട് ചെയ്തിട്ട് നമ്മുടെ ഇടിമിന്നലിൻ്റെ സമയത്തൊക്കെ. ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് ആസ് ഡൈലക്ട്രിക് ബ്രേക്ക് ഡൗൺ. അപ്പോൾ ഡൈലക്ട്രിക് ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഡൈലക്ട്രിക് പ്രോപ്പർട്ടി നശിച്ച് പിന്നെ അത് കണ്ടക്റ്റിംഗ് ആയിട്ട് മാറുന്നതിനെയാണ് ഡൈലക്ട്രിക് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. Dielectric breakdown is a phenomenon in which dielectric material breaks into positive and negative charge upon application of high electric field. And the minimum field at which a dielectric breakdown occurs is called dielectric strength of the material. Dielectric strength എത്രയും കൂടുന്നുവോ അത്രയും നല്ല ഇൻസുലേറ്റർ ആണെന്ന് പറയാം. അപ്പോൾ അതിന് മാക്സിമം ബ്രേക്ക് ഡൗൺ ഇല്ലാതെ നിൽക്കാൻ പറ്റുന്ന മാക്സിമം ഇലക്ട്രിക് ഫീൽഡിനെയാണ് ഡൈലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് ദ മെറ്റീരിയൽ എന്ന് പറയുന്നത്. Dielectric strength is the maximum electric field that can be tolerated by a material without undergoing dielectric breakdown. Dipole. Two equal and opposite charges separated by a small distance is called a dipole. അത് നമുക്ക് +2 ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. The product of the magnitude of one charge and the vector distance between the charges of dipole is called dipole moment P. P is equal to Q into L. ഇതാണ് നമ്മുടെ -q + q ചാർജ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്, സ്മോൾ ഡിസ്റ്റൻസ് L. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് സ്മോൾ p is equal to q into L. ഡൈപോൾ മൊമെൻറ്റ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അതിൻ്റെ ഡയറക്ഷൻ നെഗറ്റീവ് ടു ദ പോസിറ്റീവ് ചാർജ്. പിന്നെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് നമ്മൾ എവിടെയാണോ ഫീൽഡ് മെഷർ ചെയ്യുന്നത് ദാറ്റ് ഡിസ്റ്റൻസ് വിൽ ബി ഫാർ ഗ്രേറ്റർ ദാൻ സ്മോൾ L. L എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ്. Next, we are placing the dipole in an electric field. Dipole ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ദ ഫീൽഡ്. ഫോഴ്സ് ഓൺ +q and -q ചാർജസ് നള്ളിഫൈ ചെയ്യും. കാരണം രണ്ടിൻ്റെ മുകളിലും ഈക്വൽ ഫോഴ്സ് ആണ്, ഈക്വൽ ഫീൽഡാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. QE + -QE is equal to 0. Thus the center of dipole does not move when it is placed in a uniform electric field. ഇനി നോൺ യൂണിഫോം ഫീൽഡിലാണ് വെച്ചതെങ്കിലോ, അതായത് +qൻ്റെ അടുത്ത് ഒരു ഇലക്ട്രിക് ഫീൽഡും -qൻ്റെ അടുത്ത് ഒരു ചെറിയ ഡിഫറൻസ് ഉള്ള ഇലക്ട്രിക് ഫീൽഡും, അങ്ങനെയാണെങ്കിൽ QE + -QE is equal to 0 എന്ന് കിട്ടില്ല. കാരണം ഈ രണ്ടിലും സെയിം ആവില്ല. ഓക്കെ, അപ്പോൾ ഒരെണ്ണത്തിൻ്റെ അടുത്ത് QE -QE വന്നു. അടുത്ത ഇലക്ട്രിക് ഫീൽഡ് +qൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും ഇലക്ട്രിക് ഫീൽഡ് ഇത്തിരി മാറി E + ΔE ആയി. അപ്പോൾ QE + Q into E + ΔE വരും. -QE + QE ക്യാൻസൽ ചെയ്ത് ബാക്കിയുള്ളത് ΔE into Q. അപ്പോൾ F is equal to ΔE into Q. Separation of the charges is very small. Very small ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസിന് നമ്മൾ dxi + dyj + dzk എന്ന് എഴുതാം. അതേപോലെ തന്നെ ΔE dou E by dou x into dx plus dou E by dou y into dy plus dou E by dou z into dz.
അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം ഐ ഡി എക്സ് പ്ലസ് ജെ ഡി വൈ എല്ലിൻ്റെ ടേമിൽ പ്ലസ് ഐ ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഡോ ബൈ ഡോ ഇസെഡ് പ്ലസ് കെ ഡോ ബൈ ഡോ ഇസെഡ് ഇൻറ്റു ഇ. അത് നമ്മുടെ ഡെൽ ഓപ്പറേറ്ററാണ്. അത് നമ്മളൊന്ന് ഫോം മാറ്റി എഴുതാം. ഡെൽ ഇ എന്നുള്ളതിന് ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു എൽ ഡോട്ട് ഡെൽ ഇൻറ്റു ഇ where del is the operator. Del operator I dou by dou x plus j dou by dou y plus k dou by dou z. Therefore force equal to q into delta e ആണ്. delta e ക്ക് പകരം നമ്മളിപ്പോൾ q into l dot del into e. q into l എന്താ? dipole moment p. അപ്പോൾ f is equal to p dot del into e. p is equal to q into l. അതിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്ക് ഒരു വെക്റ്റർ പ്രോപ്പർട്ടിയാണ് ഡെൽ ഇൻറ്റു പി ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു പി ക്രോസ് ഡെൽ ക്രോസ് ഇ പ്ലസ് പി ഡോട്ട് ഡെൽ ഇൻറ്റു ഇ പ്ലസ് ഇ ക്രോസ് ഡെൽ ക്രോസ് പി പ്ലസ് ഇ ഡോട്ട് ഡെൽ ഇൻറ്റു പി. ഡെൽ ക്രോസ് ഇ ആദ്യത്തെ ടേമിൽ ഡെൽ ക്രോസ് ഇ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൻ്റെ കേൾ 0 ആണ്. അപ്പോൾ ആദ്യത്തെ ടേം 0 ആയിപ്പോയി. എന്നതുപോലെ തന്നെ 3ഉം 4ഉം ടേമുകൾ സ്പേഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് പി ഇല്ലാത്തതുകൊണ്ട് കോൺസ്റ്റൻറ്റ് പി ആയതുകൊണ്ട് 3ഉം 4ഉം ടേം 0 ആയി. ബാക്കിയുള്ളത് രണ്ടാമത്തെ ടേം പി ഡോട്ട് ഡെൽ ഇൻറ്റു ഇ. അപ്പോൾ ഡെൽ പി ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു പി ഡോട്ട് ഡെൽ ഇൻറ്റു ഇ. അപ്പോൾ നമ്മുടെ ഫോഴ്സിൻ്റെ ഇക്വേഷനിൽ പി ഡോട്ട് ഡെൽ ഇൻറ്റു ഇക്ക് പകരം എന്ത് കൊടുക്കാം? ഡെൽ പി ഡോട്ട് ടി. അപ്പോൾ ഫോഴ്സ് ഈക്വൽ ടു ഡെൽ പി ഡോട്ട് ടി, ഗ്രേഡിയൻ്റ് ഓഫ് P dot T, dipole moment and electric field. Since the forces on charges plus Q and minus Q do not act along the same line, there will be a torque. Force same ലൈനിലല്ലാത്തെങ്കിൽ അവിടെ ടോർക്ക് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യാം നമുക്കിനി. ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ ആർ ക്രോസ് എഫ് ആണ്. മൈനസ് ക്യൂ നമ്മൾ ഒറിജിനിൽ എടുത്തു, പ്ലസ് ക്യൂ ആണ് എൽ ഡിസ്റ്റൻസിൽ. The torque acting on plus q about O is നമ്മൾ ആർബിട്രറി ആയിട്ട് അങ്ങനെ എടുക്കുന്നു എന്ന് മാത്രം. ആർ ക്രോസ് എഫ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് എൽ ആണ് ഇവിടെ, എൽ ക്രോസ് ക്യൂ ഇ പ്ലസ് 0 ഇസ് ഈക്വൽ ടു എൽ ക്രോസ് പി. എൽ ക്രോസ് ക്യൂ എന്ന് പറഞ്ഞാൽ പി, എൽ ഇൻറ്റു ക്യൂ പി എന്ന് കൊടുത്തു, പി ക്രോസ് ഇ. therefore torque is equal to p cross e. അടുത്തത് പൊട്ടൻഷ്യൽ ആൻഡ് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ. കൺസിഡർ ചാർജസ് മൈനസ് ക്യൂ ആൻഡ് പ്ലസ് ക്യൂ. മൈനസ് ക്യൂ ബിയിലാണ് വെച്ചിരിക്കുന്നത്, പ്ലസ് ക്യൂ വെച്ചിരിക്കുന്നത് സിയിൽ. ഡി ആണ് അതിൻ്റെ സെൻറ്റർ. സെൻറ്ററിൽ നിന്ന് എല്ലാണ് ടോട്ടൽ ലെങ്ത്ത്. സെൻറ്ററിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് 6. അതേപോലെ തന്നെ സി പ്ലസ് ചാർജിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് ആർ പ്ലസ് ആയിട്ട് ഡിനോട്ട് ചെയ്തു. മൈനസ് ചാർജ് ബിയിൽ വെച്ചിരിക്കുന്നു. ബിയിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് ആർ മൈനസ്. ഈ സെൻറ്ററിൽ നിന്ന് വരയ്ക്കുന്ന ലൈൻ തീറ്റ ആംഗിളിലാണ്. ഇവിടെ ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യാം. വി പ്ലസ് എന്ന് പറയുന്നത് ആ പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ. വി പ്ലസ് ഈക്വൽ ടു 1/4πε0 ക്യൂ ബൈ ആർ പ്ലസ്. അതേപോലെ തന്നെ വി മൈനസ് ഈക്വൽ ടു 1/4πε0 ക്യൂ ബൈ ആർ മൈനസ്. അപ്പോൾ ടോട്ടൽ ഫീൽഡ് ക്യൂ പ്ലസും ക്യൂ മൈനസും തമ്മിൽ ഉണ്ടാക്കുന്ന ടോട്ടൽ ഫീൽഡ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് നെറ്റ് പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു വി പ്ലസ് പ്ലസ് വി മൈനസ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 ക്യൂ കോമൺ ആണ്. ആർ മൈനസ് മൈനസ് ആർ പ്ലസ് ഡിവൈഡ് ബൈ ആർ പ്ലസ് ഇൻറ്റു ആർ മൈനസ് LCM എടുത്തിട്ട്. ഈ ആർ മൈനസ് മൈനസ് ആർ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ആണ്. ആർ മൈനസ് മൈനസ് ആർ പ്ലസ് സ്മോൾ ഡിസ്റ്റൻസ് ബി. ആ ട്രയാങ്കിളിൽ നിന്ന് ബി ഈസ് ഈക്വൽ ടു കോസ് തീറ്റ ഇൻറ്റു എൽ. ട്രയാങ്കിൾ ബി, പിന്നെ ആ ചെറിയ ട്രയാങ്കിളിൽ നിന്ന് ഡി എഫ് സിയിൽ നിന്ന് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു ഡി എഫ് ബൈ എൽ ബൈ 2. അപ്പോൾ ഡി എഫ് ഇസ് ഈക്വൽ ടു കോസ് തീറ്റ ഇൻറ്റു എൽ ബൈ 2. രണ്ട് കോസ് തീറ്റയും തമ്മിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. രണ്ട് ട്രയാങ്കിളിലും കോസ് തീറ്റ സെപ്പറേറ്റ് കാണുക, എന്നിട്ട് ഇക്വേറ്റ് ചെയ്യുക.
R minus plus R plus equal to B is equal to 2 dF എന്ന് കിട്ടും. 2 dF is equal to L cos theta എന്ന് കിട്ടും. പിന്നെ അതേപോലെ തന്നെ R minus into R plus approximately equal to R square. Therefore V can be written as Q by 4 pi epsilon 0 നേരത്തെ അവിടെ ഉണ്ട് into L cos theta by R square. പിന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു Q into L നെ cos theta P cos theta. P is the dipole moment 2 into 10. P dot R by R is equal to നമുക്കത് ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് P dot R vector P dot vector R is equal to P cos theta P dot R by R cube is equal to vector P dot unit vector R divided by R square. ആ ഫോമിൽ മാറ്റി എഴുതാം നമുക്ക് P dot R by R square V is equal to. ഇനി അടുത്തത് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കാണണം. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ ആണ്. സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിൽ ഡെൽ വി നമുക്ക് ഡോ വി ബൈ ഡോ ആർ ഇൻറ്റു യൂണിറ്റ് വെക്ടർ ആർ പ്ലസ് 1 ബൈ ആർ ഡോ വി ബൈ ഡോ തീറ്റ തീറ്റ ക്യാപ് പ്ലസ് 1 ബൈ ആർ സൈൻ തീറ്റ ഡോ വി ബൈ ഡോ ഫൈ ക്യാപ്. നമുക്ക് വി ഇപ്പോൾ കണ്ടുപിടിച്ചതാണ്, അതിൽ നിന്ന് ഡെൽ വി കണ്ടുപിടിക്കുക. ഫൈ ക്യാപ് അവിടെ തീറ്റ ഉണ്ട്, ആർ ഉണ്ട്, ഫൈയുടെ കമ്പോണൻറ്റ് ഇല്ലാത്തതുകൊണ്ട് തേർഡ് കമ്പോണൻറ്റ് നമുക്ക് എഴുതണ്ട. V is equal to 1 by 4 pi epsilon 0 P into unit vector R അല്ലെങ്കിൽ P cos theta divided by R square. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ആദ്യം വിത്ത് റെസ്പെക്ട് ടു R ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഡോ വി ബൈ ഡോ ആർ ഇൻറ്റു യൂണിറ്റ് വെക്ടർ ആർ ഡോ വി ബൈ ഡോ ആർ ഇൻറ്റു യൂണിറ്റ് വെക്ടർ ആർ ഇസ് ഈക്വൽ ടു P by R square P cos theta കോൺസ്റ്റൻറ്റ് R square 1 by R squareൻ്റെ ഡെറിവേറ്റീവ് minus 2 by R cube ഇൻറ്റു യൂണിറ്റ് വെക്ടർ ആർ. പിന്നെ അടുത്ത ടേമിനെ 1 ബൈ ആർ ഇൻറ്റു ഡോ വി ബൈ ഡോ തീറ്റ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. വിയിൽ പി കോസ് തീറ്റ പി ബൈ ആർ സ്ക്വയർ കോൺസ്റ്റൻറ്റ് കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ വരും ഇൻറ്റു തീറ്റ ക്യാപ്. ഈ രണ്ട് ടേമും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ വി ഈസ് ഈക്വൽ ടു പി ബൈ 4 പൈ എപ്സിലോൺ 0 ആർ ക്യൂബ് ഇൻറ്റു 2 കോസ് തീറ്റ ആർ ക്യാപ് പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു തീറ്റ ക്യാപ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണണമെങ്കിൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ പി ഡിവൈഡഡ് ബൈ 4 പൈ എപ്സിലോൺ 0 ആർ ക്യൂബ് 2 കോസ് തീറ്റ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് 4 കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. ദെൻ അഗെയിൻ നമ്മൾ ഈ 4 കോസ് സ്ക്വയർ തീറ്റയിൽ നിന്ന് ഒരു കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റയുടെ കൂടെ കൊടുക്കുക. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്നുള്ള പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് അപ്പോൾ ടോട്ടൽ 3 കോസ് സ്ക്വയർ റൂട്ടിനകത്ത് സ്ക്വയർ റൂട്ട് ഓഫ് 3 കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 1 വരും. ഈസ് ഈക്വൽ ടു പി ബൈ 4 പൈ എപ്സിലോൺ 0 ആർ ക്യൂബ് ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 3 കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 1. ഇനി തീറ്റയുടെ ഡിഫറെൻറ്റ് കേസ് തീറ്റ ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ നമ്മുടെ ഈസ് ഈക്വൽ ടു കോസ് തീറ്റയുടെ ടേമും 0 ആയി പോവും. തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ ടൈം മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. കോസ് 0 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ 2p ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ 0 ആർ ക്യൂബ് ഇൻറ്റു ആർ ക്യാപ്. ഇനി തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആകുമ്പോൾ ഈസ് ഈക്വൽ ടു സൈൻ തീറ്റയുടെ ടൈം മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. p ബൈ 4 പൈ എപ്സിലോൺ 0 ആർ ക്യൂബ് ഇൻറ്റു തീറ്റ ക്യാപ്. It can also be proved that E is equal to 1 by 4 pi epsilon 0 3 p dot r by r raised to 5 into vector r minus p by r cube. ഇതിൻ്റെ ഡെറിവേഷൻ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് പറയാം. Then potential energy of a dipole. There is a torque acting on a dipole placed in an external electric field. അത് നമ്മൾ കണ്ടു. ഇനി നമ്മുടെ ഇനീഷ്യൽ ആംഗിൾ തീറ്റ 0 ഫൈനൽ ആംഗിൾ തീറ്റയാണെന്ന് കൺസിഡർ ചെയ്യാം. ടോർക്ക് ആ വർക്ക് ഡൺ ആണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സേവ് ചെയ്യുക. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം തീറ്റ 0 ടു തീറ്റ ടോ ഡി തീറ്റ where T is the capital T is the external torque applied. Internal torque exerted by the field in a capital N എന്ന് വിളിക്കും. Total work will be this work done by the external torque will be stored as the potential energy of the system. Work done by the external torque will be stored as the potential energy of the system. Dielectric field നമ്മൾ
ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തത് എക്സ് ഡയറക്ഷനിലാണെന്ന് വിചാരിക്കുക. ദെൻ n is equal to p cross e is equal to p sin theta and p is equal to minus n equal to p sin theta into unit vector k. d theta is equal to d theta into unit vector k. T dot d theta is equal to p sin theta into d theta k is equal to p sin theta d theta itself. ഇനി അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. തീറ്റ 0 to തീറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. പി കോൺസ്റ്റൻറ്റ് കോസ് തീറ്റേനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് തീറ്റ, സൈൻ തീറ്റേനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് തീറ്റ. വിതിൻ ദ ലിമിറ്റ്സ് തീറ്റ 0 to തീറ്റ it is equal to p cos theta minus p cos theta plus p cos theta 0. Potential energy is always measured with respect to some reference. ഈ റെഫറൻസ് ആംഗിളിനെ നമ്മൾ ഇനീഷ്യൽ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക, റെഫറൻസ് ആംഗിൾ. അപ്പോൾ കോസ് 90 0. അപ്പോൾ u is equal to minus p cos theta minus p cos theta where p is the dipole moment. Potential energy u is equal to minus p dot e. p cos theta എന്ന് പറഞ്ഞാൽ ഡോട്ട് പ്രൊഡക്റ്റ് ആണ്, മൈനസ് p dot e. p is the dipole moment. Potential energy is minimum when the angle between p and e is 0. അതായത് ഇയും പിയും പാരലൽ ആവണമെങ്കിൽ. മാക്സിമം ആവണമെങ്കിൽ e and p are anti parallel. That is angle theta is equal to 180 degree. അതിൻ്റെ ഒരു ഇല്ലസ്ട്രേഷൻ താഴെ കാണാം. മിനിമം ആൻഡ് മാക്സിമം എനർജി സ്റ്റേറ്റ്സ് ആണ് താഴെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. പാരലൽ ആവുമ്പോൾ തീറ്റ 0, പിയും ഇയും തമ്മിലുള്ള ആംഗിൾ 0. മിനിമം ആൻഡ് മാക്സിമം എനർജി കോൺഫിഗറേഷൻസ് ഓഫ് എ ഡൈപോൾ ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് E. താങ്ക് യു.